ഹലോ മക്കളെ. അപ്പോ നമ്മളുടെ 5ാം ക്ലാസ്സിന്റെ മാത്സ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ മക്കൾക്ക്? നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്ത മെജോറിറ്റി ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. ഹാപ്പി ആയില്ലേ? അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് തന്നെ എല്ലാം എഴുതാൻ പറ്റിയല്ലോ അല്ലെ? അപ്പൊ നമുക്ക് അതിന്റെ ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്താലോ. അപ്പൊ നമ്മൾ ഇന്ന് 5ാം ക്ലാസ്സിലെ ഫസ്റ്റ് ഇപ്പൊ ഓണം എക്സാമിന്റെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്ക് തുടങ്ങിയാലോ. അപ്പോ യെസ്, നമ്മളുടെ ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുവാണ്. ഇതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ ലൈവില്? നോക്കാം. 2 circles of radius 2 centimeter each are drawn in a rectangle adjacent to each other. 2 സർക്കിൾസ് തന്നിട്ടുണ്ടല്ലോടാ. 2 സർക്കിളിന്റെയും റേഡിയസ് എന്താടാ? 2 സെന്റിമീറ്റർ ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, ശ്രദ്ധിച്ചേടാ. ഈ റെക്ടാങ്കിളിന്റെ ഉള്ളിൽ 2 സർക്കിൾസ് വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ റെക്ടാങ്കിളും സർക്കിളും തമ്മിൽ, അല്ലെങ്കിൽ സർക്കിളിന്റെ റേഡിയസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രസ്താവനകളിൽ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ എഴുതാം. അതായത് ഇവിടെ 2 സെന്റിമീറ്റർ അല്ലേടാ വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തേക്കും 2 സെന്റിമീറ്റർ അല്ലേടാ വരേണ്ടത്. ഞാൻ എഴുതി. ഇനി അടുത്ത സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും 2 സെന്റിമീറ്റർ അല്ലേടാ വരേണ്ടത്. തൊട്ടിപ്പുറത്തേക്കും എന്ത് വരണോടാ? 2 സെന്റിമീറ്റർ വരണം. ഓക്കെ, അപ്പൊ നമുക്കത് മൊത്തത്തിൽ കിട്ടുന്നുണ്ടല്ലോ. ഇനി അതുപോലെ തന്നെ ഇത് 2 സെന്റിമീറ്റർ ആണെങ്കിൽ സെന്ററിൽ നിന്നും സർക്കിളിലേക്കുള്ള ദൂരമാണ് റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് പറയുന്നത് അല്ലെ. ഇത് 2 സെന്റിമീറ്റർ ആണെങ്കിൽ മുകളിലേക്കും 2 സെന്റിമീറ്റർ, താഴത്തേക്കും 2 സെന്റിമീറ്റർ. അപ്പൊ ഞാൻ മുകളിലേക്ക് വരച്ചോട്ടേടാ. യെസ്, മുകളിലേക്ക് നമുക്ക് എത്ര കിട്ടൂടാ? യെസ്, മുകളിലേക്ക് നമുക്ക് 2 സെന്റിമീറ്റർ തന്നെയാണ് കിട്ടേണ്ടത്. ഓക്കെ, ഇനി താഴത്തേക്കാണെങ്കിലോ? താഴത്തേക്ക് നമുക്ക് 2 സെന്റിമീറ്റർ ആണ് കിട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, മിസ് എന്തിനാ ആദ്യം ഇതൊക്കെ വരച്ചു വെക്കുന്നത് അല്ലെ? നമുക്ക് അടുത്ത ആൻസേഴ്സിൽ ആവശ്യമുള്ളതാണ്. നോക്കാടാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി റെക്ടാങ്കിൾ? നമ്മുടെ റെക്ടാങ്കിളിന്റെ ഉയരം എത്രയാണ്? ഉയരം എത്രയാണ്? അതിനാണ് നമ്മുടെ റെക്ടാങ്കിളിന്റെ ഉയരം എന്ന് പറയുന്നത് അല്ലെ. ഈ റെക്ടാങ്കിളിന്റെ ഉയരം എന്ന് പറയുന്നത് ഈ ഒരു ലൈനിൽ സെയിം ആയിരിക്കില്ലേടാ? അത് നമ്മളിപ്പോ എഴുതിയതല്ലേ. ഏതാണ്? മുകളിൽ 2 സെന്റിമീറ്റർ, താഴത്തും 2 സെന്റിമീറ്റർ. അപ്പൊ ഏതാണ് വരേണ്ടത്? ഈ ഒരു ഫുൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 + 2 എത്ര വരണം? 4 സെന്റിമീറ്റർ വരണ്ടേടാ. നമ്മളുടെ ചതുരത്തിന്റെ ഉയരം 4 സെന്റിമീറ്റർ ആകുന്നു. ഇനി അതുപോലെ ലെങ്ത് ഓഫ് ദി റെക്ടാങ്കിൾ, നമ്മുടെ ചതുരത്തിന്റെ നീളം എത്രയാണ്? നമ്മളുടെ നേരത്തെ പിക്ചറിൽ നമുക്ക് നോക്കാലോ. നീളം എത്രയാ വരേണ്ടത്? മുകളിലത്തെ ഇതേ നീളം തന്നെയല്ലേടാ താഴത്തേക്കും വരാം. അതായത് മൊത്തം നമ്മളുടെ സർക്കിളിന്റെ 2 സർക്കിളിന്റെയും റേഡിയസുകൾ നമ്മൾ കൂട്ടി അങ്ങോട്ട് എടുത്താൽ മതി അല്ലെ. അപ്പൊ ഇവിടെ 4 സെന്റിമീറ്റർ, ഇവിടെയും 4 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടൂടാ? ഇവിടെ മുതൽ ഇവിടെ വരെ 4 സെന്റിമീറ്റർ കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ സർക്കിളിന്റെ ഡയാമീറ്റർ, വ്യാസം എന്ന് നമുക്ക് പറയാം അല്ലെ. ഇവിടെയും 4 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ 4 സെന്റിമീറ്റർ, ഇവിടെ 4 സെന്റിമീറ്റർ. അപ്പൊ എത്ര കിട്ടും? 4 + 4 8 സെന്റിമീറ്റർ അല്ലേടാ നമുക്ക് ലെങ്ത് ആയിട്ട് കിട്ടേണ്ടത്. ഇനി നമുക്ക് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കണം. Which of the following statements are correct about the rectangle? The radius of the circle and the length of the rectangle are equal. ആണോടാ? റേഡിയസ് 2 സെന്റിമീറ്റർ അല്ലേടാ, ലെങ്ത് 8 സെന്റിമീറ്റർ അല്ലേടാ. പക്ഷെ അപ്പൊ അത് തെറ്റാണ് അല്ലെ. The length of the rectangle is twice its height. എന്താണ്? റെക്ടാങ്കിളിന്റെ നീളം അതായത് 8 സെന്റിമീറ്റർ ഹൈറ്റിന്റെ 2 ഇരട്ടിയാണ്. ട്വൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? *2 ആണ് ചെയ്യേണ്ടത്. എന്താണ്? *2 ചെയ്യണം. ഉയരത്തിന്റെ 2 ഇരട്ടിയാണ്. ഉയരം എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ. 4 × 2 8 അല്ലേടാ. അപ്പൊ അത് കറക്റ്റ് ആണ് അല്ലേടാ. 4 × 2 നമുക്ക് 8 കിട്ടും. അപ്പൊ ഹൈറ്റിന്റെ 2 ഇരട്ടിയാണ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ അത് കറക്റ്റ് അല്ലേടാ. യെസ്, 2 കറക്റ്റ് ആണ്. ഇനി ദ ഹൈറ്റ് ഓഫ് ദ റെക്ടാങ്കിൾ ഈസ് ഈക്വൽ ടു ദ റേഡിയസ്. അത് എന്തായാലും തെറ്റാണ്, ഉറപ്പല്ലേടാ. ഹൈറ്റും റേഡിയസും ഒന്നാണോ? ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4 അല്ലേ. റേഡിയസ് 2 ആണ്. അപ്പൊ അത് തെറ്റാണ്. The length of the rectangle is 4 times the radius. ലെങ്ത് എന്ന് പറയുന്ന 8 സെന്റിമീറ്റർ, റേഡിയസിന്റെ 2 ഇരട്ടിയാണ്. അതായത് ലെങ്ത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 8 സെന്റിമീറ്റർ. ഇനി ഹൈറ്റ് എത്രയാടാ? ഹൈറ്റ് ഉയരം നമുക്ക് കിട്ടിയിട്ടുണ്ട് 4 സെന്റിമീറ്റർ. റേഡിയസ് നമ്മുടെ കയ്യിലുണ്ട് 2 സെന്റിമീറ്റർ. അപ്പൊ ഇത്രയും ഇൻഫോർമേഷൻസ് ആണ് നമുക്ക് ഇത് ചെയ്യാനായിട്ടുള്ളത് അല്ലെ. ലാസ്റ്റ് പറയുന്നു the length of the rectangle is 4 times the radius. റേഡിയസിന്റെ 4 ഇരട്ടിയാണ് ലെങ്ത്. റേഡിയസിന്റെ 4 ഇരട്ടിയാണ് ലെങ്ത്. ആണോടാ? 2 × 4 അല്ലേടാ നമുക്ക് 8 കിട്ടുന്നത്. അപ്പൊ അത് കറക്റ്റ് അല്ലേടാ? യെസ്, അപ്പൊ കറക്റ്റ് ആണ്. അപ്പൊ 2 ഉം 4 ഉം കറക്റ്റ് ആണ്.
2 and 4 are correct. Option D is the right answer here. Okay അല്ലേടാ, എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ്. ലെങ്ത് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. സിയുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരേണ്ടത്. ഓക്കെ യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അടുത്തത് വരയ്ക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. ഡ്രോ ദ ട്രയാങ്കിൾ യൂസിംഗ് ദ കോർണേഴ്സ് ഓഫ് ദി സെറ്റ് സ്ക്വയർ. അപ്പൊ ആദ്യം തന്നെ ഇവിടെ എന്ത് വരയ്ക്കണോടാ? ഒരു ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. അപ്പൊ ആദ്യം തന്നെ അതിന്റെ ബേസ് 6 സെന്റിമീറ്റർ വരയ്ക്കാം. അതിന് ഏറ്റവും മുന്നേ ഈ ട്രയാങ്കിളിന് ഒരു പേര് കൊടുക്കണോടാ. എ ബി സി എന്ന് പറഞ്ഞ നമ്മുടെ ട്രയാങ്കിളിന് ഒരു പേര് കൊടുക്കാം. അപ്പൊ എ ബി എന്ന് പറയുന്ന ആദ്യത്തെ ബേസ് ലൈൻ 6 സെന്റിമീറ്റർ ആദ്യം വരയ്ക്കാം. അപ്പൊ ആദ്യം എന്ത് ചെയ്തു? നമ്മൾ 6 സെന്റിമീറ്റർ വരച്ചു. ഓക്കെ ആണല്ലോ. ഇനി അതിനുശേഷം സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചാണ് ഇത് വരയ്ക്കേണ്ടത്. എന്താണ്? സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചാണ് വരയ്ക്കേണ്ടത്. അപ്പൊ നമ്മളുടെ ഈക്വൽ ആയിട്ടുള്ള സെറ്റ് സ്ക്വയർ ഇല്ലേടാ, ഈക്വൽ ആയിട്ടുള്ള സെറ്റ് സ്ക്വയർ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു പോർഷൻ കിട്ടുമല്ലോ. എന്നിട്ട് നേരെ തിരിച്ചു വെക്കാം. അപ്പൊ രണ്ട് പോർഷൻസും തമ്മിൽ കൂട്ടിമുട്ടുന്ന എവിടെയാണോ അവിടെ വെച്ചിട്ട് നമ്മുടെ സി പോയിന്റ് നമുക്ക് കിട്ടും. പിടികിട്ടുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് തന്നെ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടിപൊളിയായിട്ട് തന്നെ വരച്ച് പേരൊക്കെ കൊടുത്ത് അടിപൊളിയാക്കാം. ഇനി നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ വേൾഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. കുറച്ച് സ്റ്റേറ്റ്സ്, കുറച്ച് സംസ്ഥാനങ്ങളും അവരുടെ പോപ്പുലേഷൻ ജനസംഖ്യയും തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നോക്കാം. ഉത്തർപ്രദേശ്, സിക്കിം, കേരള, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗോവ. ഓക്കെ, അപ്പൊ 6 സംസ്ഥാനങ്ങളാണ് തന്നിരിക്കുന്നത് അല്ലെ. അവിടുത്തെ ജനസംഖ്യയും തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. വിച്ച് സ്റ്റേറ്റ് ഈസ് മോസ്റ്റ് പോപ്പുലേറ്റഡ്? ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഇതിനകത്ത് ഏതാണെന്നാ ചോദ്യം അല്ലെ. നോക്കിക്കേടാ, അപ്പൊ കണ്ടുപിടിക്കുന്ന എളുപ്പമല്ലേടാ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്പർ വന്നേക്കുന്ന ഇതിലാന്ന് നോക്കിയാൽ പോരെ. കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതിനകത്തല്ലേ ഏറ്റവും കൂടുതൽ സംഖ്യ? 1 2 3 4 5 6 7 8 9 സംഖ്യകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് അല്ലെ. അല്ലെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ വന്നിരിക്കുന്നത് യു പി, ഉത്തർപ്രദേശിന് നേരെയാണ്. അപ്പൊ എന്തായാലും ഇത് തന്നെയല്ലേടാ വലുത് വരാം. ഇനി ഇവിടെ 9 സംഖ്യ. ഇവിടെ നോക്കിയേ. ഇനി അടുത്തത് ഇത് നോക്കാം അല്ലെ. 2 4 6 8 തൊട്ടടിയിൽ ആരുണ്ട്? ഉത്തരാഖണ്ഡ് ഉണ്ട്. അപ്പൊ ആദ്യം വരേണ്ടത് യു പി അല്ലെങ്കിൽ ഉത്തർപ്രദേശ് ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കിയടാ. വിച്ച് സ്റ്റേറ്റ് ഹാസ് പോപ്പുലേഷൻ നിയർ ടു 7 മില്യൺ? 7 മില്യണോട് അടുത്ത് വരുന്ന ആ ഒരു അല്ലെങ്കിൽ പോപ്പുലേഷൻ 7 മില്യണോട് അടുപ്പിച്ച് വരുന്ന സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ 7 മില്യൺ വരണോ അല്ലെ. അപ്പൊ ശ്രദ്ധിച്ചേടാ, 7 മില്യൺ ആണ് വരേണ്ടത്. ഈ സെക്കൻഡ് വൺ നോക്കിയടാ. 1 10 100 1000 10000 ലക്ഷം. ഇവിടെ 6 ലക്ഷമേ ഉള്ളൂ. അപ്പൊ തന്നെ നമുക്ക് അവനെ കട്ട് ചെയ്യാം അല്ലെ. 6 ലക്ഷം ഒന്നും അത്ര എത്തിയിട്ടുള്ളൂ. നമുക്ക് മില്യൺ കണക്കിലേക്ക് എത്തണം അല്ലെ, മില്യണിലേക്ക് എത്തണം. ഇനി ആദ്യത്തെ പറ്റൂല, കാരണം അത് അതിലും വലുതാണ്. കേരളത്തിലും പറ്റൂല, അത് അതിലും വലുതാണ്. ഇനി അടുത്ത് നോക്കാം. ഈ ഉത്തരാഖണ്ഡ് ശ്രദ്ധിച്ചേടാ, ഉത്തരാഖണ്ഡിലും വലിപ്പമുണ്ട് അല്ലെ. ഇപ്പൊ എന്തായാലും അതും വലുതാണ്. ഇനി ഹിമാചൽ പ്രദേശും ഗോവയും മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള വഴി. ഹിമാചൽ പ്രദേശും ഗോവയും ശ്രദ്ധിച്ചേടാ. ഹിമാചൽ പ്രദേശിൽ എത്ര നമ്പർ ഉണ്ട്? 1 2 3 4 5 6 7 സംഖ്യകളാണുള്ളത്. അതായത് 1 10 100 1000 10000 ലക്ഷം 10 ലക്ഷം 68,56,509 അല്ലെങ്കിൽ നമുക്ക് 68 മില്യൺ അല്ലെങ്കിൽ 6ൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? 7 മില്യണോട് ഏകദേശം അടുത്ത് വന്നിരിക്കുന്നത്. ഇപ്പൊ കുറച്ചും കൂടി കഴിഞ്ഞത് 7 മില്യൺ ആവും. ഇപ്പൊ അത് 6 മില്യണിൽ നിന്ന് അങ്ങോട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി കഴിഞ്ഞത് എന്താവും? ആ 7 മില്യണിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അപ്പൊ ഏതാണ്? ഹിമാചൽ പ്രദേശ് ആണ് നമ്മുടെ ഉത്തരം വരേണ്ടത്. ഏതാടാ? ഹിമാചൽ പ്രദേശ് ആണ് 7 മില്യണോട് അടുത്ത് പോപ്പുലേഷൻ വരുന്നത്. ഇനി അടുത്ത് നോക്കിയേ, ലെസ് ദാൻ 1 മില്യൺ. അപ്പൊ മില്യണിൽ എപ്പോഴും 7 സ്ഥാനങ്ങൾ ഉണ്ടാവണം. 7 സ്ഥാനങ്ങൾ നമ്മുടെ എന്തിലുണ്ടാവണം? മില്യൺ. 2 4 6 1 7 അല്ലേടെ നമ്മുടെ ഹിമാചൽ പ്രദേശില്. അപ്പൊ അതേപോലെ തന്നെ 7 നമ്പേഴ്സ് വരുന്നത് എവിടെയാ നോക്കാം. നോക്കി, 2 4 6 1 7 നമ്പേഴ്സ് വന്നിട്ടുണ്ട് അല്ലെ. പക്ഷെ എന്താ, ഇത് 1ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ലെസ് ദാൻ 1 മില്യൺ ആണ്. 1ൽ താഴെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഗോവ വരില്ല അല്ലെ. ഇനി ഇതുപോലെ 6 എണ്ണം അല്ലെങ്കിൽ 7 എണ്ണം വരുന്ന എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. യെസ്, നമുക്ക് അടുത്ത് നോക്കുമ്പോൾ ഏതാണ്? വേറെ 7 എണ്ണം എങ്ങുമില്ല. 6 എണ്ണം നോക്കിയടാ. 2 4 6 ഇത് ചെറുതല്ലേടാ. 1 മില്യണിലും താഴെയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പൊ ചെറുത് ഏതാടാ? ആൻസർ ഏതാണ്? സിക്കിം ആണ് നമ്മുടെ ആൻസർ വരുന്നത് കേട്ടോ. 1 മില്യണിലും താഴെ നമുക്ക് പോപ്പുലേഷൻ വന്നിരിക്കുന്നത് സിക്കിമിലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വളരെയധികം ശ്രദ്ധിച്ചു ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ സം ഓഫ് ദി പോപ്പുലേഷൻ ഓഫ് 2 സ്റ്റേറ്റ്സ് ഈസ് ബിറ്റ്വീൻ 20 and 21 lakh. 20നും 21 ലക്ഷത്തിനും ഇടയിലാണ് നമ്മളുടെ 2 സ്റ്റേറ്റ്സിന്റെ പോപ്പുലേഷൻസ് തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത്. അതായത് 2 സ്റ്റേറ്റ്സിനെ തമ്മിൽ സം എടുത്തു കഴിഞ്ഞാൽ, ഈ തന്നിരിക്കുന്ന ഏതോ 2 സ്റ്റേറ്റുകളുടെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 20 അല്ലെങ്കിൽ 21 ലക്ഷത്തിന് ഇടയിൽ കിട്ടണം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ആലോചിക്കാം. ഈ തന്നിരിക്കുന്നതിൽ ആദ്യത്തെ വരൂല, കാരണം ആദ്യത്തെ വലുതാണ്. മൂന്നാമത്തെ വരൂല. ഇനി ഉത്തരാഖണ്ഡ് വരുമോ? ഉത്തരാഖണ്ഡും വരൂല. ബാക്കി 3 പേർക്കാണ് സാധ്യതകളുള്ളത്. അപ്പൊ ബാക്കി 3 പേരെടുത്തേ. എത്ര സ്ഥാനങ്ങളുണ്ട് നോക്കാം. 2 4 6. ഇവിടെ 2 4 6 1 7. 2 4 6 1 7.
ശ്രദ്ധിച്ചു നോക്കിയടാ, ഇതിനകത്ത് 20ഓ 21ഓ വരാൻ സാധ്യത. ഇവർ രണ്ടുപേരെയും നമ്മളൊന്ന് കൂട്ടി നോക്കിയടാ. ഇവിടെ 68, ഇവിടെ 14 ആണ്. 20, 21 വരോ? ഇല്ല, ഇവിടെ തന്നെ 68 ഉണ്ട്. അപ്പൊ എന്തായാലും വരത്തില്ല. അപ്പൊ നമുക്ക് സിക്കിമിനെയും ഗോവയെയും കണക്ട് ചെയ്ത് നോക്കിയാലോ. സിക്കിമിന്റെ 60, 76, 88 അല്ലെ. ഇപ്പൊ 60, 76, 88 ആണ് നമ്മുടെ സിക്കിമിലെ പോപ്പുലേഷൻ. അല്ലെങ്കിൽ 6,07,688. ഇനി ഇവിടെ നോക്കിയടാ, ഇവിടെ ഒറ്റ 10, 100, 1000, 10,000, ലക്ഷം 14,57,720. 14 ലക്ഷവും 6 ലക്ഷവും സാധ്യതകളുണ്ട് അല്ലേ. നോക്കിയടാ, 6,07,088 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, 600. ഓക്കെ, 6,07,688 ആണ് നമ്മുടെ സിക്കിമിൽ വന്നിരിക്കുന്നത്. ആൻഡ് അതുപോലെ ഗോവയിൽ എത്രയാടാ? ഗോവയിൽ വന്നിരിക്കുന്നത് 14,57,723 ആണ്. കൂട്ടി നോക്കുമ്പോൾ ഏകദേശം നമ്മളുടെ കണക്കുകൾ ശരിയാവാൻ സാധ്യതയുണ്ട് അല്ലെ. 8, 3, 11 വരും, 8, 2, 11, 11, 7, 7, 14 വരും, 7, 7, 14, 15 വരും, 5, 1, 6 വരും. യെസ്, 6, 4, 10, 20,60,411. ഏതാടാ? 20നും 21 ലക്ഷത്തിന് ഇടയിൽ വന്നില്ലേ. 20 ലക്ഷത്തിൽ കൂടി 21 ലക്ഷം എത്തിയിട്ടുമില്ല. ദാറ്റ് ഈസ് ബിറ്റ്വീൻ 20 and 25 lakhs. അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റ്സ് തമ്മിലാടാ കൂട്ടേണ്ടത്? സിക്കിമും ഗോവയും. സിക്കിം ആൻഡ് ഗോവ ഏതൊക്കെയാണ് സ്റ്റേറ്റ്സ് എന്നാണ് നമുക്ക് ഇവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ടിയിരുന്നത്. ആൻസർ സിക്കിമും ഗോവയുമാണ് കറക്റ്റ് ആൻസർ വരേണ്ടത്. കിട്ടിയില്ലടാ? കൃത്യമായിട്ട് കിട്ടിയായിരുന്നോ? യെസ്. ഇനി ഒരു ആൻസറും ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. വിച്ച് ഓഫ് ദ 3 states with least population written in order from smallest to largest? ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാൻ പോവാണ്. ഏറ്റവും കുറവ് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് എവിടെയാണ്? കുറച്ചും കൂടി കൂടുതൽ എവിടെ? കുറച്ചും കൂടി കൂടുതൽ എവിടെ? അങ്ങനെ 3 സ്റ്റേറ്റ്സിന് നമുക്ക് എഴുതണം. സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. ശ്രദ്ധിക്കാലോ, ഏറ്റവും സ്മോളസ്റ്റ് ഏതായിരിക്കും? കൂട്ടത്തിൽ ഏറ്റവും ചെറുത് ആരാടാ? സിക്കിമാണ് ഏറ്റവും ചെറുത്. കാരണം ഇവിടെ 6 ലക്ഷമേ വരുന്നുള്ളൂ അല്ലെ. 6 ലക്ഷം. തൊട്ടടുത്ത് ആരുണ്ട്? 14 ലക്ഷത്തോടു കൂടി ഗോവയുണ്ട്. അപ്പൊ സിക്കിമും ഗോവയും നമ്മൾ ഓൾറെഡി നേരത്തെ എടുത്തതാണ് അല്ലെ. സോ ആദ്യം ആരാണ് വരേണ്ടത്? സിക്കിമാണ് വരേണ്ടത്, പിന്നെ ഗോവയാണ് വരേണ്ടത്. എഴുതാലോ നമുക്ക്? യെസ്. അപ്പൊ ആദ്യം സിക്കിം. ഇവിടെ നമുക്ക് ഓപ്ഷൻ നോക്കാം. സിക്കിം ആൻഡ് ഗോവ 2 ഓപ്ഷൻസിലാണ് സിക്കിമും ഗോവയും ഓർഡറിൽ വന്നിരിക്കുന്നത് അല്ലെ. അപ്പോ ബിയും ഡിയും നമ്മൾ എടുക്കുന്നു, ബാക്കി 2 പേരെയും നമുക്ക് വേണ്ട. ഇനി ഫസ്റ്റത്തേല് ഹിമാചൽ പ്രദേശ് ആണ്, ലാസ്റ്റത്തേൽ ഉത്തരാഖണ്ഡാണ്. നമുക്ക് നോക്കാം ഹിമാചൽ പ്രദേശ് ആണോ ഉത്തരാഖണ്ഡാണോ എന്ന്. നോക്കിയേ, ഹിമാചൽ പ്രദേശ് നോക്കിയടാ. ഹിമാചൽ പ്രദേശിൽ ഒറ്റ 10, 100, 1000, 10,000, ലക്ഷം 68 ലക്ഷത്തിയാണ് വരുന്നത്. ഇനി ഉത്തരാഖണ്ഡ് നോക്കിയേ, 1, 2, 3, 4, 5, 6, 7, 8 പൊസിഷൻസിൽ വ്യത്യാസമുണ്ട്. ഇവിടെ നമ്പേഴ്സ് കൂടുതലല്ലേടാ. അപ്പൊ ഉത്തരാഖണ്ഡ് എന്തായാലും വരത്തില്ല. ആരായിരിക്കും വരേണ്ടത്? ഹിമാചൽ പ്രദേശ് ആണ് നമ്മുടെ ആൻസർ കേട്ടോ. സോ ഏതാണ്? HP ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ ആൻസർ യെസ് ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ആൻസർ വരേണ്ടത്. ഡിയും വരുന്നില്ല. ഓപ്ഷൻ ബി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആയിട്ട് മനസ്സിലായോടാ? അതായത് പോപ്പുലേഷൻ കുറയുന്നതിനനുസരിച്ച് കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് നമ്മൾ എഴുതുമ്പോൾ ആദ്യം വരുന്ന 3 പേര് ആരൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. പിടികിട്ടുന്നുണ്ടോ? ഇനി നമ്മളുടെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുവാണ്. ആ നമ്പേഴ്സ് വെച്ചിട്ടുള്ള കളിയാണ്. ഇനി അടുത്തത് നോക്കിയടാ, ഹൗ മെനി 4-digit numbers are there below 5,000? ഇതൊരു ടിസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി വന്നത്. 5000ൽ താഴെ എത്ര 4 അക്ക സംഖ്യകൾ ഉണ്ട് എന്നാണ് ചോദ്യം. എന്താണ് 5000ൽ താഴെ? അപ്പൊ നമുക്ക് ചെയ്തു നോക്കാലോ. ഓക്കെ, ഫസ്റ്റത്തേല് 5000ൽ താഴെ ബിലോ 5,000 ആണ് നമുക്ക് ചെയ്യേണ്ടത്. എന്താണ്? ബിലോ 5,000 ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചത് എന്താണ്? 1000 മുതൽ 9,999 വരെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് എന്താണ്? 5000 വരെ മതി, അല്ലെങ്കിൽ 5000ൽ താഴെ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എവിടെ തൊട്ട് എവിടെ വരെ ആയിരിക്കൂടാ? നമ്മുടെ 4-digit നമ്പേഴ്സ് തുടങ്ങുന്നത് 1000ൽ നിന്നാണ്. 5000 തൊട്ട് താഴെ എന്ന് പറയുമ്പോൾ എവിടെയാടാ? 4,999. സോ 1000 to 4,999 വരെ എത്ര 4 അക്ക സംഖ്യകളുണ്ടെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കൂടാ? ഇതേപോലെ ചെറുതും വലുതും വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ നമ്മളൊരു ട്രിക്ക് പഠിച്ചിട്ടുണ്ടല്ലോ. വലുതിൽ നിന്നും ചെറുതു കുറച്ച് 1 കൂട്ടുക അല്ലേടാ. 4,999ൽ നിന്ന് 1000 കുറച്ചിട്ട് 1 കൂട്ടിയാ പോരേടാ, നമ്മളുടെ ആൻസർ കിട്ടൂലേടാ. യെസ്, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ എത്ര കിട്ടൂടാ? 3,999 എന്ന് കിട്ടും. 1 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 4000 4-digit നമ്പേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ ആൻസർ എത്രയാണ്? 4000 4 അക്ക സംഖ്യകളാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. പിടികിട്ടുന്നുണ്ടോ? ഓക്കെ, നമ്മളുടെ ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ബി ക്വസ്റ്റ്യൻ ഭയങ്കര എളുപ്പമാണ്, നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. The largest 5-digit number that can be formed using 3, 2, 5, 4, 7. 3, 2, 5, 4, 7. ഞാനൊന്ന് എഴുതിക്കോട്ടെടാ. യെസ്, ബി എന്താണ്?
3, 2, 5, 4, 7 ഈ 5 സംഖ്യകൾ വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യ ഏതാണ്? എങ്ങനെ ചെയ്യണോടാ? ഇതിനകത്ത് വലുതിൽ നിന്നും ചെറുതിലേക്ക് അങ്ങോട്ട് നമ്പേഴ്സ് ഓർഡറിൽ എഴുതിയാൽ മതി. വലുത് ഏതാണ്? ഇവിടെ 7 അല്ലേടാ. അപ്പൊ 5, 4, 3, 2. അപ്പൊ ആൻസർ എത്രയാണ്? 75,432 is the largest 5-digit number. ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യ 75,432 ആണ്. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ ആയിട്ട് കിട്ടില്ല നമുക്ക്. യെസ്. ഇനി നമ്മുടെ മൂന്നാമത് നോക്കിയടാ. റൈറ്റ് ദ ലാർജസ്റ്റ് 3-digit number having the sum of the digits 4. എന്താണ് ഇവിടെ പറയുന്നത്? അതായത് സംഖ്യകളുടെ തുക ഒരു മൂന്നക്ക സംഖ്യയാണ് നമുക്ക് വേണ്ടത്. ഒരു 3-digit നമ്പർ ആണ് നമുക്ക് വേണ്ടത്. 3-digit നമ്പർ വേണം, മൂന്നക്ക സംഖ്യ വേണം. ആൻഡ് സം ഓഫ് ദി ഡിജിറ്റ്സ്, സം എത്രയായിരിക്കണം? ഡിജിറ്റ്സിന്റെ 4 ആയിരിക്കണം. അതായത് സംഖ്യകളുടെ തുക 4 ആയിരിക്കണം. ഓക്കെ, അപ്പോ മൂന്നക്ക സംഖ്യയാണ്, സം 4 ആണ് എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് മൂന്നക്ക സംഖ്യ ആവണമെങ്കിൽ ആദ്യത്തെ സംഖ്യ ഒരിക്കലും 0 ആവാൻ പാടില്ല. അത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് 2 ആയി പോലെ. ഇനി പിന്നെ ഇടയിൽ 3ഉം 1ഉം വന്നാൽ നമുക്ക് എന്താണ്? ഏറ്റവും ലാർജസ്റ്റ് ആണ്, ഏറ്റവും വലുതാണ് ചോദിച്ചത്. 3ഉം 1ഉം വന്നാൽ നമുക്ക് 4 ആവൂലേടാ. പക്ഷെ അത് 2 ഉള്ളൂ. 301 കൊടുക്കാലോ, പിന്നെ 103 കൊടുക്കാലോ. അപ്പൊ അതൊക്കെ എന്താണ്? മൂന്നക്ക സംഖ്യ തന്നെയാണ്. സം എടുക്കുമ്പോൾ 4 കിട്ടുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? സം എന്ന് പറയുമ്പോൾ 3 + 1 + 0 അപ്പൊ 4 അല്ലേടാ. 1 + 0 + 3 4 അല്ലേടാ. പക്ഷെ ഏറ്റവും വലുതാണ് നമുക്ക് വേണ്ടത്. ഏറ്റവും വലിയ നാലക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ 400 ആണ് മക്കളെ. ഏറ്റവും വലുത് 400 ആണ്. 400ൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വലിയൊരു മൂന്നക്ക സംഖ്യ സം 4 ആക്കിക്കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല. ശ്രദ്ധിച്ചേടാ. 4 + 0 + 0 സം 4 അല്ലേടാ. മൂന്നക്ക സംഖ്യയിലെ വന്നിരിക്കുന്നത്. ആൻഡ് ഇത് മാത്രമാണ് ഇതിനകത്ത് വരുന്ന ആൻസർ കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തത് 34143 is a palindromic number. Write another 5-digit palindromic numbers using the same digit. അപ്പോൾ 1, 4, 3 എന്ന് പറയുന്ന 3 സംഖ്യകൾ ഉപയോഗിച്ച് അടുത്ത ഒരു പാലിൻഡ്രോമിക് നമ്പർ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താടാ? 1, 4, 3 അല്ലേ ഇതിനകത്തുള്ള സംഖ്യകൾ. അപ്പൊ 1, 4, 3 ഓൾറെഡി ഇവിടെ ഒരെണ്ണം കൊടുത്തേക്കുന്നത് 34,143. അപ്പൊ 1 ആണ് നടുക്ക് കൊടുത്തേക്കണേ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 നടുക്ക് കൊടുക്കാം. അപ്പൊ 3, 1, 3, 1 ഇങ്ങനെ എഴുതി കൂടിടാം. ഇനി 3 നടുക്ക് കൊടുത്തു കഴിഞ്ഞാൽ 4, 1, 4, 1 ഇങ്ങനെ എഴുതി കൂടാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഒരു പാലിൻഡ്രോമിക് നമ്പർ ഇരുവഴി സംഖ്യ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിയിടാം. If all the 3-digit numbers that can be formed using the digits 4, 6, 7 are arranged from smallest to largest, which of the following is the number that comes after 4, 7, 6? ഇവിടെ 4, 6, 7 എന്ന് പറയുന്ന കുറച്ച് സംഖ്യകൾ തന്നിട്ടുണ്ട്. 4, 6, 7 ഈ സംഖ്യകൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന മൂന്നക്ക സംഖ്യകൾ നമുക്ക് ആദ്യം ഒന്ന് എഴുതാം. ഓക്കെ, ഈ 4, 6, 7 വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. 4, 6, 7 ഒരേ പ്രാവശ്യം വരാൻ പാടുള്ളൂ. റിപ്പീറ്റ് ചെയ്യാതെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന മൂന്നക്ക സംഖ്യകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് എഴുതാം. ഓക്കെ, ശരി. അപ്പൊ 467 ആദ്യം എഴുതാലോ, 476 എഴുതാലോ. ഓക്കെ, ഇനി 746 എഴുതാലോ, 764 എഴുതാലോ, ഇനി 647 എഴുതാലോ, 674 എഴുതാലോ. യെസ്, സെറ്റ്. അപ്പോ 6 എണ്ണമാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത് അല്ലെ? ഇനി ഇതിനെ ഇവിടെ നിന്ന് ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതണം. ഏറ്റവും ചെറുത് ഏതാണ് ഇതിനകത്ത്? ഏറ്റവും ചെറുതിനെ ഞാനൊന്ന് ആദ്യം കട്ട് ചെയ്ത് പോവാം. ഏറ്റവും ചെറുത് ഏതാടാ? 467 ആണ് ഏറ്റവും ചെറുത് വരാം അല്ലെ? 467 ഏറ്റവും ചെറുത് വരാം. അതെ, അങ്ങനെ എഴുതുമ്പോൾ which of the following is the number that comes after 476? 476 ശേഷം വരുന്നത് ഏറ്റവും ചെറുത് 467 ആണ്. കട്ട് ചെയ്തു. ഇനി 476 ഇതിന് ശേഷം വരുന്നത് ആരാന്നാ ചോദ്യം. 476 കഴിഞ്ഞാൽ ഏറ്റവും ചെറുത് ഏതാണ് ഇതിനകത്ത്? 600ലേക്ക് കിടക്കാം. 647 ഉണ്ട്, 74 ഉണ്ട്. ഏതാടാ ചെറുത്? 647 അല്ലേ ചെറുത് വരേണ്ടത്. ആൻസർ ഏതാടാ? 647. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 647. അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു എങ്കിൽ ആൻസർ കൃത്യം കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്തത് നമ്മുടെ റെക്ടാംഗിൾ മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ടുള്ള ആളെ. ലുക്ക് അറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിംഗ് ദ പ്രൊഡക്റ്റ് ഓഫ് 2 numbers. Complete the missing part. What is the product? സിമ്പിൾ ആയിട്ട് നമ്മൾ ഇപ്പൊ തന്നെ ചടപടാന്ന് കണ്ടുപിടിക്കുകയും. ഇവിടെ 100 അല്ലേടാ. അങ്ങനെയാണെങ്കിൽ മുകളിൽ എത്രയാ? 10 അല്ലേ വരേണ്ടത്? 10 × 10 100. ഓക്കെ, ഇവിടെ 6 ആണ്. 6 × 10 60. ഇനി ഇവിടെ താഴത്ത് വരേണ്ടത് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ നമ്പർ ഇല്ല. ഇത് രണ്ടും മിസ്സിംഗ് ആണ്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇവിടെ 6 ഉണ്ട്, ഇവിടെ 18 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതാടാ വരേണ്ടത്? 6 × 3 ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടാടാ? 18 കിട്ടുക. അപ്പൊ 10 × 3 ചെയ്യുമ്പോഴാണ് നമുക്ക് 30 കിട്ടേണ്ടത്. ഓക്കെ ആണോ? 10 × 3 ചെയ്യുമ്പോഴാണ് നമുക്ക് 30 കിട്ടേണ്ടത്. നമുക്ക് എന്താണ് പ്രൊഡക്റ്റ് ഏതാന്ന് കണ്ടുപിടിക്കും. അപ്പൊ നമ്പേഴ്സ് എല്ലാം കിട്ടിയല്ലോ. പ്രൊഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കൂടാ? 100 + 60 + 30 +
18. ഓക്കെ അല്ലേ? അപ്പൊ 100ഉം 60ഉം 30ഉം 100ഉം 60ഉം 30ഉം കൂടി കൂട്ടി എത്ര കിട്ടിയിടാ? 100ഉം 60ഉം 160 160 30 190 190 പ്ലസ് 18 ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് കിട്ടൂടാ? യെസ്, 18 കൂട്ടി നോക്കാം. 8 0 1 208 ആണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത് അല്ലേ? കറക്റ്റ് അല്ലേടാ? ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നില്ലേ? പിന്നെ ഇനി അടുത്തത്, നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 17, ദ പ്രൊഡക്റ്റ് ഈസ് 2040. ഒരു സംഖ്യയെ ഏതോ ഒരു സംഖ്യയെ നമ്മൾ 17 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2040 എന്ന് ആൻസർ കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ, ഈ നമ്പർ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത സംഖ്യയെ 17 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയായിരിക്കും ആൻസർ? ഇതേ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ടെക്സ്റ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്താണ് ആൻസർ വരണത്? എങ്ങനെയാണ് കണ്ടുപിടിക്കാം? നമ്പർ ഒക്കെ കണ്ടുപിടിക്കണോ? വേണ്ട. നമ്മളുടെ കയ്യിൽ ആൻസർ എത്രയാണ് തന്നിരിക്കുന്നത്? 240 ആണ് നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്റ്റ്. അതിനോടുകൂടെ 17 കൂട്ടിയാൽ മതിടാ, ആൻസർ കിട്ടും. എത്രയാണ്? 2057 ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിടി കിട്ടുന്നുണ്ടോ? യെസ്, 2050,000 is the 57 is the right answer. Okay, നമ്മളുടെ മൂന്നാമത്തെ ആണ്. നമ്മളിപ്പോ എയും ബിയും കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ സി പാർട്ടിൽ ഇവരെ തമ്മിൽ മാച്ച് ചെയ്യണം അല്ലെ? സി കോളത്തിൽ നിന്നും കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് നമുക്ക് എടുക്കണം. ഫസ്റ്റ് നോക്കിയടാ, 21 × 8. 21 × 8 നമ്മളിവിടെ നോക്കി കഴിയുമ്പോൾ 8 കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന നോക്കാം. ഇവിടെ 8 കോൺസ്റ്റന്റ് ആണല്ലോ, പക്ഷെ ഇവിടെ 20ഉം 9ഉം ആണ്. ഇവിടെ 8 കോൺസ്റ്റന്റ് ആണല്ലോ, പക്ഷെ ഇവിടെ 20ഉം 6ഉം ആണ്. ഇവിടെ 8 കോൺസ്റ്റന്റ് ആണ്, പക്ഷേ 20ഉം 1ഉം ആണ്. ഇപ്പൊ ഏകദേശം ടെക്നിക്ക് പിടിയിട്ടില്ലേടാ? അപ്പൊ 20ഉം 1ഉം വന്നിരിക്കുന്ന 21 ആയല്ലേ? സോ 21 21ലേക്ക് കണക്ട് ചെയ്യാം. ഇനി 24 × 8. അപ്പൊ ഇതിൽ വരൂടാ? അത് 20 × 8 പ്ലസ് 4 × 8 വന്നില്ലേടാ? അപ്പൊ 24 × 8ലേക്ക് കണക്ട് ചെയ്യാം. ഇനി 26 × 8. എവിടെയാണ് 26 വന്നിരിക്കുന്നത്? ഇവിടെയല്ലേടെ 26 വന്നിരിക്കുന്നത്. അപ്പൊ അത് അതിനകത്തേക്ക് കണക്ട് ചെയ്യാം. ഇനി അടുത്തത് 29 × 8. അത് ഇതിലാടാ? 20 × 8 പ്ലസ് 9 × 8. സോ അതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പൊ ഏതാണ്? A3 ആണ് വരേണ്ടത്. അപ്പൊ ഇവിടെ നോക്കുമ്പോ എല്ലാം A3 ആണല്ലേ? പണി പാടി. ഇനി അടുത്തത് ബി ഏതാണ്? B4 ആണ്. B4 ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. അപ്പൊ രണ്ടുപേരെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി അടുത്തത് C2 ആണ് അല്ലെ? C2 വന്നിരിക്കുന്നത് ഇതിലാടെ? ഇതിനകത്തല്ലേ C2 വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അപ്പൊ തന്നെ A എന്ന് പറയുന്ന ഓപ്ഷൻ മാറ്റാലോ. സോ C2 ആണ്. ഇനി D ഏതാണ്? 1 ആണ്. D1 ആണ്. സോ ഓപ്ഷൻ C is the right answer. പിടികിട്ടുന്നുണ്ടോ? ഓപ്ഷൻ C ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടേണ്ടത്. ഓക്കെ, നമ്മളുടെ 4ല് രണ്ടാമതൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, ബി ക്വസ്റ്റ്യൻ. 4B നമുക്ക് നോക്കിയാലോ? തന്നിരിക്കുന്നു 25 15 is equal to 375. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്നവയിൽ 25 × 16 തുല്യമായിട്ടുള്ളത് ഏതാണ്? ടെക്സ്റ്റിൽ ഇതേ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വേണ്ടത് 25 × 16 ആണ്. നമുക്ക് തന്നിരിക്കുന്നത് 25 × 15 ആണ്. അപ്പൊ 15ൽ നിന്ന് 16ലേക്ക് എത്താനായിട്ട് എന്താണ് മാർഗം എന്ന് ആദ്യമേ ആലോചിക്കണം. എന്ത് ചെയ്യൂടാ? 15 നിന്ന് 16ലേക്ക് എത്താൻ നമ്മൾ 1 കൂട്ടിയാൽ മതി അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 25 × 15 പ്ലസ് 1. 16ന് പകരം നമ്മൾ എന്ത് കൊടുക്കൂടാ? 15 പ്ലസ് 1 എന്ന് കൊടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബ്രാക്കറ്റ് ഒക്കെ വരച്ച് ചെയ്യൂലേടാ? 25ൽ നിന്ന് 15ലേക്ക് ചെയ്യാം. 25ൽ നിന്ന് 1ലേക്ക് നമ്മൾ ബ്രാക്കറ്റ് ഒക്കെ ആരോ മാർക്ക് ഒക്കെ വരച്ചു. എന്ത് ചെയ്യാ? 25 × 15 ബ്രാക്കറ്റ് ഇടാ, പ്ലസ് 15 × 25 × 1. ശ്രദ്ധിച്ചേടാ, ഞാൻ ഒന്നുകൂടി പറയാം. 25 × 15ഉം 25 × 1ഉം. 25 × 15 ആൻസർ നമ്മുടെ കയ്യിലുണ്ടല്ലോ, 375 അല്ലേ? സോ 375 പ്ലസ് 25 × 1ന്റെ ആൻസർ എത്രയാടാ? 25 അല്ലേടാ? അപ്പൊ ഇതല്ലേ നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. ഇനി ഓപ്ഷൻസിലേക്ക് നോക്കിക്കേടാ. 375 minus 16, 175 minus 16, 375 minus 25, 375 plus 25. So option D is our correct answer. കിട്ടിയോടാ? കൃത്യമായിട്ട് ചെയ്തില്ലേടാ എല്ലാവരും? ഓക്കെ, ഇനി നമ്മുടെ അടുത്ത റെക്ടാങ്കുലർ മൾട്ടിപ്ലിക്കേഷൻ സെയിം നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാൻ പറ്റുമല്ലോടാ. ശ്രദ്ധിച്ചേ, 30 ഉണ്ട് അല്ലേ? ഇവിടെ 30 ഉണ്ട്, ഇവിടെ 300 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും മൾട്ടിപ്ലൈ ചെയ്ത്? 10 ആയിരിക്കും മൾട്ടിപ്ലൈ ചെയ്തത്. ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ 10 ഇവിടെ 20, അപ്പൊ മുകളിൽ എത്രയായിരിക്കും? 200 അല്ലേടാ വരേണ്ടത്? യെസ്, വെരി ഗുഡ്. ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ 6 ആണ്, ഇവിടെ ഒന്നും തന്നെ തന്നിട്ടില്ല, ഇവിടെ 200 ആണ് വന്നിട്ടുള്ളത് അല്ലെ? അപ്പൊ 20ഉം ഇവിടെ 2 ആണ് വരേണ്ടത് അല്ലേ? യെസ്. അപ്പൊ 2 × 10 ചെയ്താലാണ് നമുക്ക് 20 കിട്ടുക. അല്ലെങ്കിൽ ഇപ്പൊ 2 × എത്ര ചെയ്താലാ 6 കിട്ടുക? ശ്രദ്ധിച്ചേ, ഒന്നുകൂടി ശ്രദ്ധിച്ചേ. 2 × 10 ചെയ്താലാണ് നമുക്ക് ഇവിടുത്തെ 20 കിട്ടുക അല്ലെ? അങ്ങനെയാണെങ്കിൽ 2 × എത്ര ചെയ്താലാണ് നമുക്ക് ഇവിടെ 6 കിട്ടുക? 2 × 3 ചെയ്താലാണ് 2 × 3 is equal to 6 അല്ലേടാ? യെസ്. അപ്പൊ 2 × 3 നമുക്ക് 6 കിട്ടി. ഇനി 30 × 3 ചെയ്താൽ നമുക്ക് ഇവിടുത്തെ ആൻസർ കിട്ടുമല്ലോ. അപ്പൊ ആൻസർ എന്താടാ? 90 ആണ് ഇവിടെ വരുന്നത്. അപ്പൊ which are the numbers multiplied? ഏതൊക്കെ സംഖ്യകളാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 30ഉം 2ഉം കൂടി കൂട്ടാം. ദാറ്റ് ഈസ് 30 plus 2 ആൻസർ 32 ഉണ്ട്. അതുപോലെ തന്നെ 10 plus 3
13 ഉണ്ട്. അപ്പൊ ഏതൊക്കെ സംഖ്യകളാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്? 32 × 13 ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. തെറ്റിക്കരുത് കേട്ടോ. 32 × 13 ആണ് നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ്? പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം അല്ലെ? നമ്മൾ ഇതേപോലെ തന്നെ എന്താണ് കൂട്ടി നോക്കുക. 300 ഉണ്ടല്ലോ, 300 എടുക്കാം, 20 എടുക്കാം, 90 എടുക്കാം, 6 എടുക്കുക. എല്ലാവരെയും തമ്മിൽ 4 നമ്പേഴ്സിനെയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമായി. ഓക്കെ, 6 എഴുതുന്നു. 9 + 2 എത്രയാണ്? 11 ആണ്. അപ്പൊ നമ്മൾ മുകളിൽ 4 കൊടുക്കുന്നു. അപ്പൊ എത്ര കിട്ടൂടാ? 416 എന്ന് നമുക്ക് ആൻസർ കൃത്യമായിട്ട് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? കൂട്ടി കഴിയുമ്പോൾ നമുക്ക് 416 എന്ന് കിട്ടും. അപ്പൊ ആൻസർ എത്രയാടാ? വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ്? 416 ആണ് നമുക്ക് ഗുണനഫലം കിട്ടേണ്ടത്. ഇനി അടുത്ത നോക്കിയടാ, റൈറ്റ് 49 × 16 as a number multiplied by the same number. ഇത് എങ്ങനെയായിരുന്നു ചെയ്യേണ്ടടാ? 49ഉം 16 നമ്മുടെ സ്ക്വയർ നമ്പേഴ്സ് ഇല്ലേടാ, അതിൽ നിന്നാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. 49 × 16 ആണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ 49 × 16 നമ്മുടെ ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ് ഞാൻ ചെയ്യുന്നത്. 49 × 16 എന്താണ് പറയുന്നത്? as a number multiplied by the same number. ഒരേ സംഖ്യകളെ തമ്മിൽ ഗുണിക്കുന്ന രീതിയിൽ 49 × 16 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 49 × 16 നമുക്ക് എങ്ങനെ മാറ്റാടാം? 7 × 7 അല്ലേടാ 49 × 16 അല്ലേടാ? യെസ്. അപ്പൊ 7 × 7 അല്ലെങ്കിൽ 7ന്റെ സ്ക്വയർ ആണ് നമ്മുടെ 49 എന്ന് പറയുന്നത്. 16 എന്താടാ? 16 എന്ന് പറയുന്നത് 4 × 4 ആണ് നമ്മുടെ 16 എന്ന് പറയുന്നത് ആണല്ലോടാ. ഇനി നമുക്ക് ഇവരെ തമ്മിൽ മാറ്റി എഴുതാൻ പറ്റുമല്ലോ. 7നെ 4ലേക്കും 7നെ 4ലേക്കും അപ്പുറത്തും കണക്ട് ചെയ്യുക. അതായത് 7 ഇവിടെ നിന്നും 4 അപ്പുറത്തുനിന്നും എടുക്കുക. ഇനി ഇൻറ്റു 7 ഇപ്പുറത്തു നിന്നും 4 അപ്പുറത്തു നിന്നും എടുക്കാം. ഓക്കെ, നമുക്ക് ഇതേപോലെ എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ഇതിപ്പോ മറ്റേ ത്രിവർണ്ണ പതാക പോലെ ആയല്ല, പച്ച, ഓറഞ്ച്, വെള്ള. യെസ്. ഓക്കെ, ഞാൻ ചുമ്മാ എടുത്താണ്, പെട്ടെന്ന് ഇപ്പോഴാണ് ഞാനും നോക്കിയത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതേപോലെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ മാത്രമേ പറയുന്നുള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതി ആൻസറിലേക്ക് എത്താം. ഓക്കെ, ഇതേവരെ മാത്രം എഴുതിയാലും ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്തത് വരയ്ക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഡ്രോ ദിസ് പിക്ചർ ഇൻ ദ ഗിവൺ മെഷേഴ്സ്. തന്നിരിക്കുന്ന ഈ ഒരു പിക്ചർ എന്താണ്? ആ മെഷർമെന്റ്സ് ഉപയോഗിച്ച് വരയ്ക്കണം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു സ്ക്വയറിന്റെ ഉള്ളിലാണ് സർക്കിൾ വന്നിരിക്കുന്നത് അല്ലെ? നമ്മൾ സ്ക്വയറിന്റെ ഉള്ളിൽ സർക്കിൾ വരയ്ക്കാനും സർക്കിളിന്റെ ഉള്ളിൽ സ്ക്വയർ വരയ്ക്കാനും ഒക്കെ പഠിച്ച ആൾക്കാരല്ലേടാ. അപ്പൊ ആദ്യം തന്നെ 8 സെന്റിമീറ്റർ ആണ് ഒരു വശത്തിന്റെ നീളം. അപ്പൊ എല്ലാ വശങ്ങൾക്കും എത്ര തന്നെയായിരിക്കും? 8 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ. അപ്പൊ ആദ്യം തന്നെ എന്ത് വരയ്ക്കാം? 8 സെന്റിമീറ്റർ വശങ്ങൾക്ക് നീളം വരുന്ന ഒരു സ്ക്വയർ നമ്മൾ വരയ്ക്കുന്നു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ, കുഴപ്പമില്ലോ. ഇനി ഇതിന്റെ ഉള്ളിൽ എന്ത് വരയ്ക്കണോടാ? 8 സെന്റിമീറ്റർ ആണ് നമ്മുടെ വശത്തിന്റെ നീളമെങ്കിൽ ഇതിനുള്ളിൽ വരയ്ക്കാൻ പോകുന്ന ഈ പറയുന്ന സർക്കിളിന്റെ റേഡിയസ് എത്രയായിരിക്കൂടാ? 4 സെന്റിമീറ്റർ അല്ലേടാ? ഇതിന്റെ പകുതി അല്ലേടാ ഇതിന്റെ റേഡിയസ് വരേണ്ടത്. സോ ദാറ്റ് ഈസ് 4 സെന്റിമീറ്റർ ആണ് വരേണ്ടത്. അപ്പൊ 4 സെന്റിമീറ്റർ നമ്മുടെ കോമ്പസിൽ അളന്നെടുത്തിട്ട് നമ്മുടെ സെന്ററിൽ കുത്തിയിട്ട് ഒരു സർക്കിൾ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ അല്ലേ? ഇനി വേണം നമ്മളുടെ 6 പോയിന്റ്സ് അളന്നെടുക്കാനായിട്ട്. എന്താണ്? 6 പോയിന്റ്സ് അളന്നെടുക്കാനായിട്ട്. നമുക്ക് അത് പഠിച്ചിരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. 6 വര എടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യൂടാ? 2 സർക്കിൾസ് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് വരയ്ക്കുക അല്ലേ? ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കണം, ഇപ്പുറത്തും ഒരു സർക്കിൾ വരയ്ക്കണം. അപ്പൊ 6 പോയിന്റ്സ് നമുക്ക് കിട്ടൂലേടാ. ഈ ഒരു പോയിന്റ് നമ്മുടെ റേഡിയസിന്റെ പോയിന്റ് ആണ്. ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഞാൻ മറ്റൊരു കളർ വെച്ചിട്ട് മാർക്ക് ചെയ്യാവേ. യെസ്, റെഡ് എടുക്കാം. ഇവിടെ ഒരു പോയിന്റ് കിട്ടും, ഇവിടെ ഒരു പോയിന്റ് കിട്ടും, ഇവിടെ ഒരെണ്ണം കിട്ടും, ഇവിടെ ഒരെണ്ണം കിട്ടും. യെസ്, 6 പോയിന്റ്സ് നമുക്ക് മൊത്തത്തിൽ കിട്ടും ഇല്ലേടാ? ഇനി ആ 6 പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ചാൽ പോരെ? 6 പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ചാൽ നമ്മളുടെ എന്താണ്? ഹെക്സഗണായി. എന്താണ്? ഹെക്സഗണായി. അപ്പോ ഇവിടെ ഒരു സംഭവം പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫിഗർ കുറച്ച് നീങ്ങിയാണ് കിടക്കുന്നത് അല്ലെ? ഇവിടുത്തെ എന്താണ്? മുകളിലായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമ്മളിപ്പോ 2 സർക്കിൾസ് അപ്പുറം ഇപ്പുറമായിട്ട് വരച്ചു കഴിയുമ്പോൾ നമ്മുടെ പോയിന്റ്സ് ഇവിടേക്ക് ആയിട്ടാണ് വരിക അല്ലെ? പക്ഷെ നമുക്ക് വന്നിരിക്കുന്ന നോക്കേണ്ടത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒരു പരിപാടി ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ റേഡിയസ് ആദ്യം തന്നെ എടുക്കാം. റേഡിയസ് എടുത്തിട്ട് ഇങ്ങോട്ടേക്കല്ലടാ പോയിരിക്കുന്നത് ആദ്യം തന്നെ. അപ്പൊ ഇവിടെ റേഡിയസ് എടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ടേക്കാണ് നമ്മുടെ സർക്കിൾ മുട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങോട്ടേക്ക് തന്നെ ആദ്യം ഒരു വര വരയ്ക്കാം, ഇങ്ങോട്ടേക്ക് ഒരു വര വരയ്ക്കാം. നമ്മളിത് എത്ര കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ എത്ര പോയിന്റ്സ് ഉണ്ട്? 1 2 3 4 5 6. അതായത് 360 നമ്മൾ 6 കഷ്ണങ്ങളായിട്ട് അല്ലെങ്കിൽ 6 ആംഗിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് 360 ഡിവൈഡഡ് ബൈ 6. അപ്പൊ എത്ര കിട്ടൂടാ? 60 ഡിഗ്രി എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, മറ്റേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷേപ്പ് വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. പക്ഷെ 6 തന്നെ നമ്മുടെ സർക്കിൾ മുട്ടും. ഓക്കെ, പക്ഷെ ഈ ഒരു രീതിയിൽ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്യാം. അപ്പൊ ഇവിടെ കൊണ്ടുവച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ട്രാക്ടറിൽ 60 ഡിഗ്രി അളന്നെടുത്ത് വരയ്ക്കാം. അപ്പൊ ഇവിടെ ആയിരിക്കും നമ്മുടെ 60 ഡിഗ്രിയുടെ പോയിന്റ് വരുന്നത്. ഇവിടെ ആയിരിക്കും ആദ്യത്തെ പോയിന്റ് വരുന്നത്. അതിനുശേഷം ഇവിടെ വരും, അതിനുശേഷം ഇങ്ങോട്ട് വരും, ഇവിടെ താഴത്തേക്ക് വരും, പിന്നീട് ഇവിടെ ഒരെണ്ണം വരും, പിന്നീട് ഇപ്പുറത്തൊരെണ്ണം വരും. ഓക്കെ ആണോ? എന്നിട്ട് ആ രീതിയിൽ ലാസ്റ്റ് ഇതാണേ, ആ രീതിയിൽ വരച്ച് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്ത് അങ്ങോട്ട് വരപ്പിക്കാം. 2 3 4 5
6 6 വശങ്ങൾ ഒന്നിലിടാം. 60 ഡിഗ്രി എടുത്ത് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇതേപോലെ കൃത്യമായിട്ട് വരയ്ക്കാം. മറ്റേ രീതിയിൽ ചെയ്താൽ ഫിഗറിൽ ചെറിയൊരു വ്യത്യാസം വരും. ഈ ഉള്ളിലത്തെ ഫിഗർ മുട്ടയൊക്കെ ചെയ്യും, പക്ഷേ ഉള്ളിലത്തെ ഫിഗർ വ്യത്യാസം ഇങ്ങനെയായിരിക്കും പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ 5ാമത്തെ ക്വസ്റ്റ്യനിലെ ബി ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കാം, which of the following is correct regarding the radius of the circle in the square. ഇതിന്റെ റേഡിയസുമായിട്ട് ബന്ധപ്പെടുത്തി താഴെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഇതിന്റെ സൈഡ് 8 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിന്റെ റേഡിയസ് 4 സെന്റിമീറ്ററിലുള്ള പകുതി ആയിരിക്കില്ല. അപ്പൊ തന്നെ നമ്മുടെ കാര്യം പറഞ്ഞു, സൈഡിന്റെ പകുതിയാണ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതാ നോക്കി, ഹാഫ് ഓഫ് ദി സൈഡ് ഓഫ് ദി സ്ക്വയർ. സ്ക്വയറിന്റെ പകുതിയാണ് റേഡിയസ് എന്ന് പറയുന്നത്. എന്താണ് റേഡിയസ് എന്ന് പറയുന്നത്? സൈഡിന്റെ പകുതിയാകുന്നു. സൈഡ് 8 സെന്റിമീറ്റർ ആണെങ്കിൽ റേഡിയസ് 4 സെന്റിമീറ്റർ ആണ്. സോ ഹാഫ് ഓഫ് ദി സൈഡ് ഓഫ് ദി സ്ക്വയർ, ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തിലേക്ക് കിടക്കാം. നമ്മുടെ 6A ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത്. ശ്രദ്ധിച്ചേടാം. ഹൗ മെനി പാക്കറ്റ്സ് ഓഫ് പെൻ വിൽ ബി ദെയർ ഇഫ് 1164 പെൻസ്, 1164 പേനകള് 12 വീതം വരുന്ന പാക്കറ്റുകളിലാക്കിയാൽ? നമ്മൾ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണല്ലേ മക്കളെ ഇവിടെ, പക്ഷേ ഇതിനകത്ത് നമ്പറിൽ വ്യത്യാസം ഉണ്ട് അല്ലേ. 1164 നമുക്ക് 12 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു 12ന്റെ ടേബിള് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. യെസ്, 48, 60, 72, 84. അപ്പൊ ഒന്ന് ഞാൻ എന്താ പറയാ, മൾട്ടിപ്പിൾസ് അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായാലും. അപ്പൊ 96, അതിനുശേഷം വീണ്ടും യെസ് 108, 120. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയാണ് നമ്മൾ മൾട്ടിപ്പിൾസ് വരാം. ആദ്യം 11 ആണ് വന്നിരിക്കുന്നത് അല്ലെ. ആദ്യം 1 എടുക്കാൻ പറ്റൂല, 11 എടുത്താൽ പറ്റൂല, കാരണം 12നേക്കാട്ടിലും ചെറുതാണ്. അപ്പൊ എന്തെടുക്കണം? 116 തന്നെ ആദ്യം എടുക്കേണ്ടി വരും. എത്രയാണ്? 116. നോക്കിയാടാ, 116 എന്ന് പറയുന്ന മൾട്ടിപ്പിൾ ഉണ്ടോ? ഇല്ല. പക്ഷേ അതിന് മുന്നേ 108 കിടക്കുന്നുണ്ട്. എത്രാമത്തെ മൾട്ടിപ്പിൾ ആണ്? 9ാമത്തെ മൾട്ടിപ്പിൾ ആയിട്ട് നമ്മളുടെ 108 കിടക്കുന്നത്. അപ്പൊ നമ്മൾ 108 ഇവിടെ കൊടുത്തു. ബാലൻസ് എന്ത് വരൂടാ? 116 നിന്നും 108 കുറച്ച് കഴിഞ്ഞാൽ 8 ബാലൻസ് വരേണ്ടത്. എന്താണ് ബാക്കി വരേണ്ടത്? 4 റിമൈൻഡർ, അല്ലെങ്കിൽ താഴത്തേക്ക് എടുത്ത് എഴുതുമ്പോൾ 84 നമ്മുടെ ടേബിളിലേടാ ഉണ്ട് അല്ലെ. 2, 4, 6. 7ാമത്തെ ടൈംസ് അല്ലെങ്കിൽ 12 × 7 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 84 കിട്ടുന്നുണ്ട് അല്ലെ. സോ 84 റിമൈൻഡർ 0. അപ്പൊ എത്ര നമുക്ക് എടുക്കാനായിട്ട് പറ്റും? എത്ര പാക്കറ്റ് പേനയാണ്? 12 എണ്ണം വീതമുള്ള എത്ര പാക്കറ്റ് പേന ഉണ്ടാവും? 97 പാക്കറ്റ് പേനകളാണ് നമ്മളുടെ കയ്യിൽ ഉണ്ടാകുക. റിമൈൻഡർ വരുന്നില്ല. ഓക്കെ, ഇനി അടുത്ത് നോക്കി, നമ്മുടെ ഡിവിഷൻ ആണ്. നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ച ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. 91/7 വെച്ചിട്ട് ഇത് ചെയ്യണം. എങ്ങനെയായിരുന്നു? 91 / 7 നമ്മൾ മുകളിൽ കൊടുക്കും. എന്നിട്ട് നമ്മൾ 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 × 10 70 അല്ലേടാ വരേണ്ടത്. അങ്ങനെയല്ലേടാ നമുക്ക് 21 എന്ത് വരുള്ളൂ? ആൻസർ വരുള്ളൂ. ഞാൻ മറ്റൊരു കളറിൽ എഴുതാവേ, 70 അവിടെ കാണുന്നില്ല. യെസ്, നമുക്ക് എന്ത് കൊടുക്കാം? മഞ്ഞ കളർ കൊടുക്കാം. എത്രയാടാ? 70 ആണ് നമുക്ക് ഇവിടെ വരേണ്ടത്. അപ്പോൾ 7 × 10 70 വരും. എന്നാലേ 91 70 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 21 കിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടെങ്കിൽ 7ന്റെ എത്രാമത്തെ മൾട്ടിപ്പിൾ ആണ്? 21. 3ാമത്തെ മൾട്ടിപ്പിൾ ആണല്ലേ. യെസ്, 7ന്റെ ടേബിളിൽ ദൈവം സഹായിച്ച ആരുണ്ട്? നമ്മുടെ 21 ഉണ്ട്. അപ്പൊ നമ്മൾ 21 കൊടുത്തു. 21 കൊടുത്തു കഴിയുമ്പോൾ എന്ത് വരും? 0 എന്ന് വരുന്നു. റിമൈൻഡർ എന്ത് വരും? 0 എന്ന് വരുന്നു. സോ ആൻസർ എത്രയാണ്? 91നെ 7 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ വരേണ്ടത് ഈ പറയുന്ന സൈഡിൽ കിടക്കുന്ന സംഖ്യകളെ കൂട്ടി എഴുതണം നമ്മൾ പറഞ്ഞില്ലേ. സോ 10 + 3 എന്ത് വരൂടാ? 13 ആണ് നമുക്ക് ആൻസർ വരേണ്ടത്. ക്ലിയർ അല്ലേടാ പറയുന്ന കാര്യങ്ങൾ? ഓക്കെ ആണോ? യെസ്. നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യനിലെ തന്നെ 6ാമത്തെ 6A തന്നെ 3ാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഇതൊരു വെറൈറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണോ? ഒന്ന് ശ്രദ്ധിച്ചേടാ. എ പാറ്റേൺ റിലേറ്റഡ് ടു ഡിവിഷൻ ഓഫ് 11 ഈസ് ഗിവൺ. നോക്കിയടാ, 1 × 22 ഡിവൈഡ് ബൈ 11 2 ആണ് അല്ലെ. 2 × 22 ഡിവൈഡ് ബൈ 11 4 ആണ്. 3 × 22 വരുമ്പോഴേക്കും 6 ആയി. 4 × 22 വരുമ്പോഴേക്കും 8 ആയി. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ 22 എന്ന് പറയുന്ന സംഖ്യയും 11 എന്ന് പറയുന്ന സംഖ്യയും യാതൊരു മാറ്റവും ഇല്ലാതെ കിടക്കുന്നുണ്ട് അല്ലെ. പക്ഷെ മാറ്റം വരുന്നത് ഇവിടെ 1 ആകുമ്പോൾ ഇവിടെ 2 ആകുന്നു, ഇവിടെ 2 ആകുമ്പോൾ ഇവിടെ 4 ആകുന്നു, ഇവിടെ 3 ആകുമ്പോൾ ഇവിടെ 6 ആകുന്നു, ഇവിടെ 4 ആകുമ്പോൾ ഇവിടെ 8 ആകുന്നു. ദാറ്റ് മീൻസ് ഡബിൾ അല്ലേടെ എടുത്തെടുത്ത് പോകുന്നത്. അതായത് 1ന്റെ ഇരട്ടിയിലൂടെ 2, 2ന്റെ ഇരട്ടിയിലൂടെ 4, 4ന്റെ ഇരട്ടി 8, 3ന്റെ ഇരട്ടി 6. അങ്ങനെ എന്താണ്? ഡബിൾ എടുത്തെടുത്താണ് പോകേണ്ടത്. ഇത് ചോദിച്ചിരിക്കുന്ന നോക്കി, which of the following is equal to 10 × 22 ഡിവൈഡ് ബൈ 11. അതായത് നമ്മുടെ ആദ്യത്തെ 1 2 3 4 അത്രയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 10 വന്നാൽ എത്രയായിരിക്കും വരേണ്ടത്? 10ന്റെ ഇരട്ടിയല്ലേടാ. അതായത് 10 × 22 ഡിവൈഡഡ് ബൈ 11 ആണ് തന്നിരുന്നത് എങ്കിൽ ആദ്യത്തെ സംഖ്യകളുടെ ഇരട്ടി എടുത്താൽ നമുക്ക് ആൻസർ കിട്ടുമെന്ന് മനസ്സിലായില്ല. അപ്പൊ അതായത് ഇവിടുത്തെ ആദ്യത്തെ സംഖ്യ 10 ആണ്. 10ന്റെ ഇരട്ടി അതായത് 10 × 2 20 അല്ലേടാ നമ്മുടെ ആൻസർ വരേണ്ടത്. അപ്പൊ ആൻസർ ഇവിടെ നോക്കിക്കേ, ഇവിടെ തന്നിരിക്കുന്ന ഫൈനൽ ആൻസർ ആയിട്ടല്ല, മൾട്ടിപ്പിൾസ് ആയിട്ടാണ് തന്നിരിക്കുന്നത് അല്ലെ. 2 × 11 ആണോ? 2 × 10 ആണോ?
യെസ്, ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. പിന്നെ 2 into 22 ഉണ്ട്, 10 into 11 ഉണ്ട്. 2 into 10 ആണ് വരേണ്ടിയിരുന്നത് കേട്ടോ. ഓക്കെ അല്ലേടാ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ 6B നോക്കിയാലോടാ. നമ്മുടെ റിമൈൻഡർ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 14-25 നമുക്ക് certain times of 12 ആയിട്ടും റിമൈൻഡർ ആയിട്ടും എഴുതണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? നമ്മുടെ 12ന്റെ എന്ത് വേണം? മൾട്ടിപ്പിൾസ് വേണം അല്ലേ? 24 ഉടനെ നമ്മൾ എഴുതി. അപ്പൊ 12ന്റെ മൾട്ടിപ്പിൾസ് അറിയാമെങ്കിൽ അടിപൊളിയായിട്ട് ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാകും. അടിപൊളിയായിട്ട് എന്റെ മക്കൾ എഴുതിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ആണോ? യെസ്. എഴുതാലോ നമുക്കപ്പോ. 1425 നമ്മൾ 12 വെച്ചിട്ട് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര പ്രാവശ്യം പോകൂടാ? ഒരു പ്രാവശ്യം പോകൂലേ? 12 into 1 12 ആണ്. കുറയ്ക്കുമ്പോൾ നമുക്ക് 2 കിട്ടും. ഇനി താഴത്തെ മുകളിലത്തെ 2 ഇറക്കി എഴുതാലോ. അപ്പൊ 2 കിട്ടും. 22 ഒറ്റ തവണ പോവുള്ളൂ, കാരണം രണ്ടാമത്തെ മൾട്ടി 24 ആണല്ലേ. അപ്പൊ ആദ്യത്തിലേ പോവുള്ളൂ. സോ വീണ്ടും 1 എഴുതി. 1 into 12 12 എഴുതുന്നു. ബാലൻസ് എന്ത് കിട്ടൂടാ? 10 ആണ് ബാലൻസ് വരാം. പിന്നെ നമ്മൾ 5നെ ഇറക്കി എഴുതുന്നു. എന്താണ്? 5നെ നമ്മൾ ഇറക്കി എഴുതുന്നു. 5 ഇറക്കി എഴുതാം. 105 നോക്കിയടാ. 105 എവിടെ എടുത്തുണ്ടോ? ഇല്ല, 108 ആണുള്ളത് അല്ലെ. അപ്പൊ അത് ശരിയാവൂല. 108 പറ്റത്തില്ല. അതിന് മുന്നത്തെ 96 വേണം നമുക്ക് എടുക്കാനായിട്ട്. ഏതാടാ? 96 വേണം എടുക്കാനായിട്ട്. 96 എത്രാമത്തെ മൾട്ടിപ്പിൾ ആടാ? 8ാമത്തെ മൾട്ടിപ്പിൾ അല്ലേ 96 എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് കൊടുക്കാലോ 96. എത്ര വരും? 105ൽ നിന്നും 96 കുറയ്ക്കുമ്പോൾ 97, 98, 99, 100, 101, 102, 103, 104, 105. 9 അല്ലേടാ റിമൈൻഡർ വരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? certain times of 12 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 12ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതണം. ദാറ്റ് ഈസ് 12 into 118 പ്ലസ് റിമൈൻഡർ എത്രയാണ്? റിമൈൻഡർ നമുക്ക് ഇവിടെ 9 ആണ് റിമൈൻഡർ കിട്ടിയിരിക്കുന്നത്. അപ്പൊ പ്ലസ് 9 എന്ന് എഴുതാനായിട്ട് സാധിക്കും. 12 into 118 plus 9 is the right answer here. ഓക്കെ ആണ്. അപ്പൊ certain times of 12 12ന്റെ മൾട്ടിപ്പിൾ ആയിട്ടും റിമൈൻഡർ ആയിട്ടും എഴുതണം. അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരേണ്ടത് കേട്ടോ. ഓപ്ഷൻ ബി അതിലും സിമ്പിൾ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് റിട്ടൺ ആസ് 120 as certain times of 6 and റിമൈൻഡർ. 128നെ നമുക്ക് 6ന്റെ മൾട്ടിപ്പിൾ ആയിട്ടും എഴുതണം, റിമൈൻഡർ 8 ആയിട്ടും എഴുതണം അല്ലെ. അല്ലെങ്കിൽ 6 times ആയിട്ടും എഴുതണം, റിമൈൻഡർ ആയിട്ടും. റിമൈൻഡർ 8 ആണെന്നല്ല, 128നെ 6ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതണം. പിന്നെ അതിനോടൊപ്പം നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡറും കിട്ടും. ഇവിടെ 6ന്റെ മൾട്ടിപ്പിൾ നോക്കുമ്പോൾ എല്ലായിടത്തും 6ന്റെ മൾട്ടിപ്പിൾ വരുന്നുണ്ട് അല്ലെ. 6 into 20 എത്രയാടാ? 120 അല്ലേ. ഇനി അതിനോട് കൂടെ പ്ലസ് 8 വന്നിട്ടുണ്ട്. ഇനി 21 into 6 പ്ലസ് 2 വന്നിട്ടുണ്ട്. 22 into 6 മൈനസ് 4 വന്നിട്ടുണ്ട്. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് ചെയ്തു നോക്കാം. യെസ്. അപ്പൊ 128 ഡിവൈഡഡ് ബൈ 6. ഓക്കെ, 6ന്റെ എത്രാമത്തെ മൾട്ടിപ്പിൾ ആണ്? 12. രണ്ടാമത്തെ അല്ലേടാ. അപ്പൊ 6 into 2 12 എഴുതി. റിമൈൻഡർ ഒക്കെ വന്നു, അല്ലെങ്കിൽ ബാക്കി 0 വന്നു. ഇനി 8നെ നമുക്ക് ഇറക്കി എഴുതി. 8ൽ 6 എത്ര പ്രാവശ്യം പോകൂടാ? ഒരു പ്രാവശ്യം അല്ലേടാ പോവുള്ളൂ. അപ്പൊ 1 into 6 6 ആണ്. നമുക്ക് എന്ത് വരൂടാ? ബാലൻസ് 2 വരുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, 21 into 6 പ്ലസ് 2. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി. 21 into 6 പ്ലസ് 2 ആണ് നമുക്ക് ഇവിടെ വരേണ്ടത്. പിടി കിട്ടുന്നുണ്ട്. അപ്പൊ 21 into 6 ചെയ്യുമ്പോൾ 126 ആയുള്ളൂ. അതിനോട് കൂടെ ഒരു 2 കൂടി കൂട്ടിയാലേ നമുക്ക് 128 കിട്ടുള്ളൂ. അപ്പൊ ആദ്യം കണ്ട ഉടനെ എടുത്ത് എഴുതി വെക്കരുത് കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. യെസ്. ഇനി അടുത്ത നോക്കിയിടാം. 5, 14, 23, 32 is a pattern of numbers when divided by 9 giving remainder 5. Will 103 be in this pattern? എന്താണോ 5, 14, 23, 32 എന്ന് പറയുന്ന സംഖ്യകളുടെ പ്രത്യേകത 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ when divided by 9 9 വെച്ച് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരണം. എത്രയാണ്? 5 റിമൈൻഡർ വരണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാറ്റേണിൽ 103 ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. എന്തുകൊണ്ട് ഉണ്ടാകില്ല? ഉണ്ടാകുമോ ഇല്ലയോ? എന്താണ് അതിന്റെ കാരണം എഴുതാം. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് നോക്കാം. അപ്പൊ 103നെ എന്ത് വെച്ചാ ഡിവൈഡ് ചെയ്യേണ്ടത്? 9 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. 103നെ 9 വെച്ചിട്ട് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പൊ എത്ര ടൈംസ് പോകൂടാ? ഒരു ടൈംസേ പോവുള്ളൂ. 9 വന്നു. റിമൈൻഡർ എത്രയാണ്? 1. സോറി, റിമൈൻഡർ അല്ല, മൈനസ് ചെയ്യുമ്പോൾ 1 കിട്ടും. 3 നമ്മൾ ഇറക്കി എഴുതി. ഇനി എഴുതാലോ. 1 മുകളിൽ എഴുതിയല്ലോ. 1 into 9 13ൽ 9 ഒരു പ്രാവശ്യമല്ലേ പോവുള്ളൂ. അപ്പൊ 9 into 1 9 എഴുതി. ബാലൻസ് എത്ര ഇടൂടാ? 4 ആണ് ബാലൻസ് കിട്ടുന്നത്, അല്ലെങ്കിൽ റിമൈൻഡർ കിട്ടുന്നത് 4 ആണ്. ഓക്കെ, യെസ്. അപ്പോൾ 13 9 പറയുമ്പോൾ 10 11 12 13. റിമൈൻഡർ 4 അല്ലേടാ കിട്ടുന്നത്. ഇവിടെ റിമൈൻഡർ എത്ര കിട്ടണമായിരുന്നു? റിമൈൻഡർ 5 കിട്ടണമായിരുന്നു. 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 റിമൈൻഡർ കിട്ടുന്ന പാറ്റേൺ ഓഫ് നമ്പേഴ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ 103 ഇതിനകത്ത് വരുമോ? ഇല്ല. ബിക്കോസ് 103 leaves remainder 4 when it is divided by 9.
9 വെച്ച് ഹരിക്കുമ്പോൾ 103-ൽ 4 ശിഷ്ടം കിട്ടുന്നത്. അതുകൊണ്ട് 103 ഈ ഒരു പാറ്റേണിലുള്ള സംഖ്യയല്ല, ഈ ഒരു സീരീസിൽ ഇദ്ദേഹം ഉൾപ്പെടുന്നില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ ലേടാ? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അല്ലെ, പെട്ടെന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു അല്ലേ? ഓക്കെ, നമുക്കപ്പോ 6B വരെയായിരുന്നു നമുക്ക് ക്വസ്റ്റ്യൻസ് പറയാനായിട്ട്. ഞാൻ വിചാരിച്ചു ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് മാറ്റുക. അപ്പോൾ കൃത്യമായിട്ട് തന്നെ എന്റെ മക്കള് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് തന്നെ നോക്കണം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്ലാസ് വരുമ്പോൾ എന്നോട് ചോദിക്കണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.